ഓക്കെ, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇൻഡിഗോയുടെ ഒരു ഫ്ലൈറ്റ് ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു. അത് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ഡിലേ ആവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ നമുക്ക് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുമോ, അതല്ല പുതിയ ഫ്ലൈറ്റ് കണ്ടെത്താൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 3-4 മണിക്കൂർ മുമ്പ് തന്നെ ഇങ്ങനൊരു മെസ്സേജ് വന്നിരുന്നു. ചില കാരണങ്ങളാൽ ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ പുതിയ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഇൻഡിഗോയുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചതിന് ശേഷം നമ്മുടെ PNR നമ്പറും മൊബൈൽ നമ്പറും ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും എത്ര നേരമാണ് ഡിലേ ആയതും എന്നും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനൊരു മെസ്സേജ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് വിളിച്ച് അന്വേഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു PNR നമ്പർ പറഞ്ഞു കൊടുക്കുക, ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, എന്തെങ്കിലും ഡിലേയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അല്ലാതെ നമുക്ക് ഓൺലൈനായിട്ടും നമുക്ക് ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ goindigo.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോയതിന് ശേഷം ഇവിടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്, നമ്മുടെ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഫ്ലൈറ്റിൻ്റെ നമ്പർ, അതുപോലെ തന്നെ PNR നമ്പർ കൊടുത്ത് സെർച്ച് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു ആ ഒരു ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അത് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ ഡിലേഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അതായത് നേരത്തെ ഇത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് രാവിലെ 9 മണിക്ക് പോയി 12:20 ഡൽഹിയിൽ എത്തുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇവിടെ ഡിലേ ആയതുകൊണ്ട് 11:45 കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നത് 2:45 ഡൽഹിയിൽ എത്തുന്നത്. 2 മണിക്കൂർ 25 മിനിറ്റും ഡിലേ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് രണ്ട് രീതിയിൽ ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് വേണമെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് അല്ലെങ്കിൽ എയർപോർട്ടിൽ പോയതിന് ശേഷം എങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ടൈം നമുക്ക് പുതിയ ടൈം കംഫോർട്ട് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നുകിൽ അവരോട് പറഞ്ഞ് ക്യാൻസൽ ചെയ്യിപ്പിക്കാം. അപ്പോൾ ക്യാൻസൽ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഒന്നുകിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം, നമ്മൾ ട്രാവലിംഗ് നമുക്ക് വേണ്ട എന്ന് തന്നെ വെക്കാം. അതല്ല, രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം, മറ്റേതെങ്കിലും ഫ്ലൈറ്റ്സ് ഈ ഒരു സമയത്ത് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ഒന്ന് ടൈം മാറ്റി ബുക്ക് ചെയ്യാൻ നമുക്കൊന്ന് ശ്രമിക്കാം. ഒന്നുകിൽ നമുക്ക് നേരത്തെ ഏതെങ്കിലും ഫ്ലൈറ്റ് ഡൽഹിക്ക് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതാണോ ഡെസ്റ്റിനേഷൻ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തരാമോ എന്ന് ചോദിക്കാം. അപ്പം പുതിയതായിട്ട് ഫീസൊന്നും കൊടുക്കാതെ തന്നെ അവരത് ചേഞ്ച് ചെയ്ത് പുതിയ ഫ്ലൈറ്റ് നമുക്ക് തരുന്നതായിരിക്കും. അതല്ല, മറ്റു ഫ്ലൈറ്റ്സ് ഒന്നും ആ ഒരു സമയത്ത് പോകുന്നില്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഫ്ലൈറ്റ്സ് ചേഞ്ച് ചെയ്യണമെങ്കിലും അവരോട് ചോദിക്കാം. എന്തെങ്കിലും വേക്കൻ്റ് ആയിട്ട് സീറ്റ് ഉണ്ടെങ്കിൽ അവരത് ചെയ്തു തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇത്രയും മനസ്സിലാക്കുക, ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ട്രാവലിങ്ങിന് വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ വളരെ കംഫോർട്ടായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്നിൽ ക്യാൻസൽ ചെയ്യാം, ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവരോട് കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻഡിഗോയുടെ വിമാനത്താവളത്തിൽ ചെന്നതിന് ശേഷം അവിടെ ക്യാബിൻ ക്രൂ മാനേജറുണ്ട്, അവരോട് സംസാരിച്ച് കഴിഞ്ഞാലും അവർ ചേഞ്ച് ചെയ്ത് നമുക്കൊരു ഫ്ലൈറ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അത് അവൈലബിൾ ആണെങ്കിൽ. ഓക്കെ, ഇത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.